കഴിഞ്ഞൊരു പ്രാർത്ഥനയായിരുന്നു ഈ കളി മാർക്കില്ല. ഏതോ ഇൻട്രോ ഓരോ വ്യത്യസ്തമായ ലെവലിലായിരിക്കും നമ്മൾ കൊണ്ടുപോകും. മലയാളി വച്ചു. കേരള സാർ നിന്ന് കത്തും. അപ്പൊ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ അതെന്ത് വാലന്റൈൻസ് ഡേക്ക് ഇത്ര പ്രതിഷേധം മറ്റു വാലന്റൈൻസ് മനസ്സിൽ ആദ്യം വരുന്ന പ്രണയമാണ്. ലവേഴ്സ് ഡേ പെണ്ണില്ല, പെണ്ണ് വേണോ? അല്ല, പെണ്ണില്ലെങ്കിൽ നമുക്ക് ഒരാൾ അങ്ങോട്ട് സ്നേഹിക്കാമല്ലോ. അത് നമ്മുടെ വാലന്റൈൻ ആണല്ലോ. കിട്ടിയില്ലെന്നല്ലേ ഉള്ളു. അത് ശരി. മറ്റു ഞാൻ വൺ വേ വേറെ വൺ ഡേക്ക് മാത്രമുള്ളവർക്കോ വൺ സൈഡ് ലവ് ഉള്ളവർക്ക് വാലന്റൈൻസ് ഡേ വേറെ വെക്കണോ? ഓ, ആകെ ഫെബ്രുവരിയിലുള്ള 28 ദിവസം അത് ഓൾറെഡി ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞു. ഒരു ദിവസം അല്ല, ഒരു വീക്ക് ഫുള്ള് കൊടുത്തു. ഓ, 1 വീക്ക്. 7 തൊട്ട് 17 ഫുൾ വീക്ക്. എന്തുവായിരുന്നു 7ാം തീയതി? എന്തുവായിരുന്നു? റോസ് ഡേ. റോസ് ഡേ. പിന്നെന്താ റോസ് ഡേ? അയ്യോ ടെൻഷൻ ആവുന്നു. റോസ് ഡേ, പ്രപ്പോസ് ഡേ, പ്രപ്പോസ് ഡേ, പിന്നെന്തുവാ? ചോക്ലേറ്റ് ഡേ, ടെഡി ഡേ, ടെഡി ബിയർ, വലിയ ടെഡി ബിയർ ഒക്കെ കൊടുക്കും. പിന്നെ 7 ഫുട്ട് കിസ് അത് ഡേ കഴിഞ്ഞു. കിസ് ഡേ, പിന്നെ വാലന്റൈൻസ് ഡേ 14ാം തീയതി. അവിടെ എന്തോ അന്നെന്തോ അത് വാലന്റൈൻസ് ഓയോ പോവാ. വളരെ കാഷ്വലായിട്ട്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷെ നമ്മുടെ ഞാൻ അത് കൊള്ളാം കേട്ടോ. ഹഗ് ചെയ്തു, ആദ്യം പ്രപ്പോസ് ചെയ്തു, റോസ് കൊടുത്തു, പ്രപ്പോസ് ചെയ്തു, ചോക്ലേറ്റ് കൊടുത്തു, ടെഡി ബിയർ കൊടുത്തു, ഹഗ് ചെയ്തു, കിസ് ചെയ്തു, ഓയോ. ഇതൊക്കെ വൺ സൈഡ് ലവ് ആണെങ്കിലോ ആ മറ്റേ ഫെബ്രുവരി 14 ഇതൊക്കെ കൊടുത്തിട്ട് ഓയോയിൽ അവള് വേറെ ഒപ്പം പോകും. ഞാൻ പണ്ടേ അതാണ് ഞങ്ങൾ സിംഗിൾസിന് പറ്റിയ ദിവസമല്ല. അതപ്പോ മറ്റു അങ്ങനെ ഇത് ചെയ്യണം, നമ്മളെ ആകർഷിക്കണം. ഓയോയിൽ അവര് അടുക്കി എടുക്കാം, ഇരിക്കും ഇവിടെ കിടക്കണം. ശരിയല്ല, ബാഡ് ടോപ്പിക്. അയ്യോ, നിങ്ങള് വാലന്റൈൻസ് ഡേക്ക് മുട്ടായി കിട്ടിയോ കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇവിടെ ചോദിക്കാൻ പാടില്ല. അങ്ങനെ നീ കൊടുത്തിട്ടില്ലേ? മുട്ടായി കൊടുത്തിട്ടില്ലേ? നീ പെണ്ണുങ്ങളായിട്ട് കൊടുക്കേണ്ടി വരത്തില്ല, ഇങ്ങോട്ട് മേടിച്ചിട്ടേ കിട്ടത്തേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഓപ്പോസിറ്റ്. ഇവിടെ കാശലല്ലോ, കാശലോത്ത് നമുക്കാണല്ലോ. ശരിയാണ്, എനിക്കറിയില്ല. അയ്യോ, ഞാനുണ്ടല്ലോ ആ ചില സമയത്തൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വാലന്റൈൻസ് ഡേ വരുമ്പോൾ നമ്മൾ സിംഗിൾ ആയിരിക്കുമല്ലോ. നമ്മൾ ഏതെങ്കിലും ഒരു പെണ്ണ് പുറകെ നടന്ന് വളയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക, സെറ്റ് ആയിട്ടില്ല. അപ്പൊ പക്ഷെ എന്റെ വാലന്റൈൻ നീയാണ്. അപ്പൊ കിസ് ഡേ ഓക്കെ, മുട്ടായി കൊടുക്കുന്നത് സിൽക്ക് കാഡ്ബറി. എന്റെ അമ്മ വാലന്റൈൻസ് ഡേ വരുമ്പോൾ അവന്മാര് കവറൊക്കെ മാറ്റി വാലന്റൈൻസ് ഹാർട്ടിന് സ്പെഷ്യൽ എഡിഷൻ എന്നൊക്കെ പറഞ്ഞ് വില കൂട്ടി വെക്കും. ആ വാലന്റൈൻസ് ഡേക്ക് വേണ്ടി മാത്രം നടക്കുന്ന കവറുകളുണ്ട്. ഇതിറങ്ങുമ്പോൾ നമ്മുടെ വാലന്റൈന് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് പോയി 150 120 കണ്ട ഭയങ്കര വില. ബാക്കിയുള്ള മുട്ടയ്ക്കൊക്കെ 20-30. അത്ര വില ഞാൻ 10 രൂപ മേടിക്കാറ്. ഇത് അപ്പൊ മുട്ടായി ഇങ്ങനെ പോപ്പ് ചെയ്തൊക്കെ എടുക്കാം. മനസ്സിലായി, അതൊക്കെ കിട്ടുമ്പോൾ ഇതൊന്നും വേറെ ആരും മേടിച്ചു കൊടുക്കത്തില്ല. ഇത്രയും വില കൂടിയ മുട്ടയൊക്കെ നമ്മൾ കൊടുത്താലേ കിട്ടത്തുള്ളൂ. 10 രൂപ ഞാൻ പകുതി കൊടുക്കാറില്ല, 5 രൂപ എനിക്ക്. അതുകൊണ്ടാണ് തോന്നുന്നത് ഇനിയൊരു സിൽക്ക് മേടിക്കാനുള്ള ബാല്യം ഇനിയില്ല. അല്ല, ഈ കല്യാണം കഴിഞ്ഞവർ എങ്ങനെയാ പറയാക്കി ബ്രോ? പിന്നെ വാലന്റൈൻസ് ഡേ വാലൊക്കെ തീർന്നു. വാലൊക്കെ പോയി, വാലൊക്കെ മുറിഞ്ഞ്. മറ്റേ കോളേജിലെ മറ്റേ ഹാൻസം ഹാർട്ട് റോബ് ആയിരുന്നു, ഒതുങ്ങിയിരിക്കുന്നു. കെട്ടിയിട്ട പൂച്ചയെ പോലെ വയ്യടാ. ഇനി ഞാൻ പറഞ്ഞില്ല, ഇനി അതിനുള്ളൊരു ബാല്യമില്ല. ആഗി ഉണ്ടല്ലോ, ആഗി ആരാതൊന്നും പറയുന്നില്ല, പക്ഷെ ആഗി ഒരു പെണ്ണിനെ ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പൊ അവളുടെ ബർത്ത്ഡേ വരുമായിരുന്നു.
അപ്പോൾ വരാൻ നേരത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ എപ്പോഴും എല്ലാവരും കൊടുക്കുന്ന മുട്ടായി കൊടുക്കും, ഡ്രസ്സ് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആകെ എന്തെങ്കിലും രാത്രി ഇരുന്ന് ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ് ഉണ്ടാക്കി. ഇത് ഞാനെല്ലാം ഉണ്ടാക്കിയത്. വേറെ നല്ല വരയ്ക്കാനൊക്കെ അറിയാത്തൊരു പെണ്ണ് കൊണ്ട് ചെയ്യിപ്പിച്ചു. ഏകദേശം ഒരു തുറക്കുമ്പോൾ മറ്റേ ഇങ്ങനെ പൊങ്ങി വരുന്ന സാധനമൊക്കെ ഉണ്ടാക്കി. അതാരും ഉണ്ടാക്കിയേ? അതെ, എന്റെ ക്ലാസ്സിലുള്ള ഒരു കൊച്ചിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഓ, എനിക്ക് അവിടുന്ന് അത്രയും വരയ്ക്കാനൊക്കെ കഴിയുള്ളൂ. ഞാൻ വിചാരിച്ചു ഇതെല്ലാം നീ ചെയ്തിരുന്നു. എന്റെ ദൈവമേ, എന്തുവാ ഒരു പെണ്ണിന് വേണ്ടി ചെയ്യുന്ന പടമൊക്കെ വരയ്ക്കുന്നു. ഒരു തുറക്കുമ്പോ പറ്റി ഇങ്ങനെയൊക്കെ മറ്റേ ബോക്സ് ആയിട്ട് മറ്റേ കാർഡ് എടുത്തില്ലേ, അത് സ്വന്തമായിട്ട് ഉണ്ടാക്കി ചാർട്ട് പേപ്പറൊക്കെ വെച്ചു. അത് ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അതെല്ലാം വെട്ടിക്കൂട്ടി ഒട്ടിച്ചാണേ ഉള്ളൂ. എന്നിട്ട് ഒരു ബൗളില് മീനോ ഇല്ല അത് ആൻഡർസൺ അത് എന്നിട്ട് ഗുണമൊന്നും ഉണ്ടായില്ല. ഇതാണ് പ്രശ്നം. ഇതാ നമ്മളിനി ചങ്ക് വിളിച്ച് കാണിച്ചാലും ചെമ്പരത്തി പോകാതെ പറയത്തുള്ളൂ. അതെന്താ ഗുണം ഉണ്ടായി ഞാൻ പറയാം. ചേട്ടൻ ഉണ്ടാക്കിയ പെണ്ണ് ചിലപ്പോ ഈ കൊച്ചിന്റെ ബെസ്റ്റി ആയിരിക്കും. അവള് പറഞ്ഞു കാണും എടി ഈ അല്ല എങ്ങനെയാലും അറിയായിരിക്കും. അപ്പൊ ഇവള് കൊണ്ടക്കാൻ കണ്ടാ ആഗി എനിക്ക് ഇത് കൊണ്ട് ഇത് ഞാനല്ലേ അപ്പഴേ പോയി. യാതൊരു ബന്ധമില്ലാത്ത രണ്ടുപേരായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. ബുദ്ധി ബുദ്ധി നമ്മുടെ കഥയ്ക്കിടയ്ക്ക് അങ്ങനെ വന്നേനെ. അതെന്തായിരുന്നു ഇത് നീ വരച്ചതല്ലേ പറഞ്ഞു, ഇപ്പൊ ഇവള് വരച്ചെന്ന് പറയുന്നത്. അവിടെ എന്തോരം മിഠായി കിട്ടിനാണോ എനിക്ക് ഓർമ്മൊന്നുമില്ല, പക്ഷെ കിട്ടുമായിരുന്നു. കിട്ടിയായിരുന്നു, കൊറേ കിട്ടി, ഓർമ്മ പോലും ഇല്ലെന്ന്. ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്താലേ ഞാൻ പൈസ ഏത് പെണ്ണുങ്ങളാ കാശുകളാക്കി എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ടുള്ളത്? കാശുള്ള പെണ്ണുങ്ങളൊക്കെ കൊടുക്കും, ജോലിയൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ അച്ഛൻ്റെ അമ്മനെ കാശിട്ടുള്ളൂ, വാലന്റൈൻസ് അവർക്ക് മുട്ടായി കൊടുക്കും, എനിക്കെന്ത് കിട്ടാനും. പിന്നെ ഞങ്ങളൊക്കെ ജോലിക്ക് പോയിട്ടാണല്ലോ ഞങ്ങള്. ഓ എനിക്കൊരു ടെഡി ബിയർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടുമല്ലോ. ഞാനപ്പോ എന്ത് ചെയ്യുമെന്നറിയോ, ടെഡി ബിയർ പ്രോമിസ് ഡേ വരെ ഞാൻ എല്ലാരും വെക്കും. അല്ല 2-3 പേര് അത് കഴിഞ്ഞ് അതൊക്കെ ബ്ലോക്ക് ചെയ്യും. അതുവരെ മേടിക്കണ്ടാക്കി മേടിച്ചിട്ട് റോസും ചെടിയും ചോക്ലേറ്റും എല്ലാം മേടിച്ചിട്ട് പ്രോമിസ് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാരും ബ്ലോക്ക് ചെയ്യും. എന്റെ ഭാര്യ ഇവിടെ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? അവന്റെ അവസ്ഥ കളിച്ചിട്ട് രാവിലെ എഴുതിട്ട് ബ്ലോക്ക് ഞാൻ മുങ്ങും. ഞാൻ അമ്മയോട് മാഞ്ഞു പോകും. ഞാൻ മിക്കവാറും എനിക്കൊന്ന് ഈ വാലന്റൈൻസ് ഡേ വീക്കെൻഡ്സിലാന്ന് തോന്നുന്നു വരുന്നത്. ഞാൻ പറയാം അമ്മ അച്ഛനോടും പറയാം നമുക്ക് ഇവിടെ കറങ്ങാൻ പോകും. ഞങ്ങൾ അങ്ങനെ കറങ്ങാൻ പോകും. ഞങ്ങൾ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഓടും. അവിടെ പ്രൊഫൈൽ പിക്ചർ മാറ്റിയെന്ന് തോന്നുന്നു. നമുക്കൊന്ന് വീട്ടിൽ നിൽക്കണ്ടെന്ന് ഇന്നലെ പറഞ്ഞു. അണ്ണനോട് നമ്പർ നമ്പർ തന്നാരും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇതേപോലെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്ത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? പെൺപിള്ളേർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? വാട്സപ്പിലോ? ഉണ്ട്. ഇത്ര നീണ്ടോ? ബ്ലോക്ക്ഡും ഉണ്ട്, ബ്ലോക്ക് ചെയ്തവരും ഉണ്ട്. അവിടെ എന്റെ കുറച്ച് ഓർക്കപ്പെടാത്ത കുറെ ഓർമ്മകളുള്ള സ്ഥലം. ഞാൻ അങ്ങോട്ട് പോവാറില്ല. ഇടയ്ക്ക് ഞാൻ പോയിട്ടുണ്ടല്ലോ ഇങ്ങനെ ബ്ലോക്ക് ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് നോക്കുമ്പോ മറന്നിരുന്നു. ഇവരൊക്കെ ഞാൻ മറന്നിരിക്കുവായിരുന്നു. ഓക്കെ വേണ്ട, തിരിച്ചു പോവാം. പിന്നെ ഞാൻ അങ്ങോട്ടധികം പോവാറില്ല. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെ. പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ? ഇവൻ ചിലപ്പോ ജാട അടിച്ച് ഇവൻ മണ്ടനായിരുന്നു. ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം പിള്ളേരൊക്കെ ഇങ്ങോട്ട് പുറകെ കിടക്കുന്നു ആ സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. എന്നാലും ജാട കാണിച്ചു. അങ്ങനെയാ. നേരത്തെ ഞാൻ അച്ഛനമ്മയുടെ പൈസ കളയാൻ ആഗ്രഹിക്കുന്നു. അതൊരാൾ ഇവിടെ ഇട്ട ഡയലോഗാ, അങ്ങോട്ട് എടുത്തിട്ടുണ്ടോ കേട്ടോ. സോറി. നല്ല ഫോമിലാണല്ലോ. വാലന്റൈൻസ് ഡേ വീക്ക് ആണോ? സാധനം വരുന്നത് പയ്യനൊരു ടെഡി ബിയർ വയ്ക്കാൻ വയസ്സിന് ടെഡി ബിയറിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നവനാണ്. അങ്ങനെ കേറ്റാൻ പറ്റൂലേ ടെഡി എന്ന് പറഞ്ഞോ? വലിയ ടെഡി മറ്റേ ഡ്രസ് കോസ്റ്റ്യൂം ഇട്ടോണ്ട് ആൾക്കാർ വരും, ഹായ് ടെഡി ബിയർ എന്നൊക്കെ പറഞ്ഞു. ഈ വലിയ ടെഡി ബിയർ മേടിച്ചാലേ ഈ 7 ഫുട്ട് 15 ഐ മീൻ നമ്മുടെ അത്ര ഹൈറ്റ് 7 ഫുട്ട് 6 ഫുട്ട്
ജൈന്റ് ടെഡി ബിയർ. കാശർ കളിക്കുന്നവര് തന്റെ അനിയൻ ചാവാൻ എടുത്തിട്ട് ഒരു പാരസിറ്റമോൾ ചോദിച്ചപ്പോ ഗുളിക കഴിക്കുന്ന ഏച്ചി മറ്റു അന്ന് മറ്റേ ചൈനയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ ബാറിൽ പണിയെടുത്ത് കാശൊക്കെ കാശൊക്കെ ആയി. നാട്ടിൽ വരുന്നു. സ്വന്തം കാശ് കൊണ്ട് മേടിച്ചു കൊടുത്തേ. ഇതുണ്ടല്ലോ ഈ പാക്കേജ് വന്നപ്പോണ്ടല്ലോ ഇവിടെ അറിയുന്നില്ലല്ലോ, ഇത് ചെറിയ ബോക്സിലല്ലേ വരുന്നത്. തുറന്നു എന്തുവാണ് ഒളിപ്പിക്കാനും പറ്റത്തില്ല. മറ്റേ ചെറുതും എല്ലാണെങ്കിൽ ടിവിയുടെ ബാക്കിൽ കൊണ്ടുവെക്കുന്നത്. അച്ഛൻ ആരടിയത് ടെഡിബിയറാ. അതും പറ്റൂടല്ലോ മറ്റേ വെള്ള സിൽക്ക് മറ്റേ മൊത്തം അപ്പൂപ്പത്താടി പോലെ ഇരിക്കുന്ന സാധനം, പ്യൂർ വൈറ്റ്. ആരെങ്കിലും തന്നാ മതിയായിരുന്നു. അതിന് വല്ല ഗുണമുണ്ടായോ? ടെഡി ബിയർ അതിപ്പോ എവിടെയാണോ ഇത് ഈ ടോപ്പിക് എങ്ങനെ മോശമായി പോയത്? നല്ല രീതിയിൽ പോയി. നീ ഇവിടെ ഇരുന്ന് കാടാക്കുന്നു, നീ റൂട്ട് മാറ്റി വിടുന്നു കുറെ നേരമായിട്ട്. നല്ല രസമായിട്ട് ഞാൻ നല്ലൊരു എപ്പിസോഡ് ആശിറോടൊപ്പം ലാലൻ പറഞ്ഞ മാതിരി ഈ 14 എടുത്ത് കളഞ്ഞ് ഫെബ്രുവരി 30 ആക്കണം. ഈ 2 ദിവസം എടുത്തോ 29, 30 ആക്കണം. എന്ത് പറ്റും അവിടെ ഒരു ദിവസം വെറുതെ നിങ്ങൾ ഇരുന്ന് പബ്ജി കളിക്കുന്ന ആ ദിവസം ഇരുന്ന് പബ്ജി കളിക്കുക. അതായിരിക്കും നല്ലത്. അങ്ങനെ എത്ര പേരുണ്ട് പബ്ജി കളിക്കുന്നത് വാലന്റൈൻസ് ഡേക്ക് ഇരുന്ന്? പബ്ജിയിലും മറ്റേ കപ്പിൾസ് ആയിട്ട് അവര് മറ്റേ പിന്നെ ഗ്രൂപ്പ് കളി എനിക്ക് കഥകൾ അറിയാം. കഥകൾ എനിക്ക് നേരിട്ടറിയാം, പക്ഷെ പറയാൻ പറ്റത്തില്ല. കുടുംബങ്ങൾ പല കുടുംബങ്ങളും തകരും. എനിക്ക് അതുകൊണ്ട് ഇവിടെ പറയാൻ താല്പര്യം. പക്ഷെ പബ്ജി വഴി, കാരണം മറ്റേ കൊറോണ സമയത്ത് പബ്ജി ഇറങ്ങി നമ്മൾ റീൽസ് ഒക്കെ കണ്ടിട്ടില്ലേ? കല്യാണ സമയത്ത് പബ്ജി കളിച്ച് കല്യാണം കഴിച്ചു. പബ്ജി അല്ലേ ലൂഡോ കഴിച്ചു എങ്ങനെ ഗുജറാത്തിലൊക്കെ ലൂഡോ കളിച്ച് പ്രണയമായിട്ടുണ്ട് ആൾക്കാർ. അല്ല അതിനകത്ത് മെസ്സേജ് അല്ലേ അയക്കാൻ പറ്റത്തോളൂ. ആ എനിക്കറിയത്തില്ല, മെസ്സേജ് അയച്ച് കളിക്കാൻ. എവിടെ ആൾക്കാർക്ക് ലൈൻ സെറ്റ് ആവും, എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ല. പോയി കളിച്ചാവുന്നു, പബ്ജിയിൽ സെറ്റ് ആവുന്നു. ഇതെല്ലാം നിങ്ങൾ കളിക്കാറില്ലേ? ബിസിനസ് ബിസിനസ് ഉണ്ട്, നല്ല ഈ ബിസിനസ്. വാലന്റൈൻസ് ഡേ വരുമ്പോ ഉണ്ടല്ലോ കടകളിലെ എല്ലാ തീമും റോസുകൾ പുറത്ത് പ്രത്യേകിച്ച് സ്കൂളിന്റെ പുറത്തൊക്കെ കടകളിൽ മൊത്തം വാലന്റൈൻസ് ഡേ മൊത്തം ആ സമയത്ത് മാത്രം പൊങ്ങി വരുന്ന കുറെ ഗിഫ്റ്റ് ഐറ്റംസ് ബിസിനസ്സും ഉണ്ട്. ഇങ്ങനെ പോപ്പ് ചെയ്ത ഒരു ബോക്സിനെ തുറക്കുമ്പോ ഇങ്ങനെ ടെടിയൊക്കെ പൊങ്ങി വരും. കാർഡ്സ് ഒക്കെ വാലന്റൈൻസ് കാർഡ്സ് ഒക്കെ ഇറക്കും. ഡയറി മിൽക്ക് സിൽക്ക് ഒക്കെ നമ്മൾ പോപ്പ് ചെയ്യും. മറ്റേ ആർച്ചീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുള്ള് ആർച്ചീസ് ഉണ്ട്. നിങ്ങളോട് ഉണ്ടോ ആർച്ചീസ്? ആർച്ചീസ് അടിപൊളിയാണ്. ആർച്ചീസ് ഇതൊക്കെ ദൂരം കാർഡുകൾ ശരി. ആർച്ചീസ് കാർഡ് മേടിക്കാൻ മാത്രമായിട്ട് അടിപൊളിയായിരുന്നു ഭയങ്കര അടിപൊളിയായിരുന്നു സമയത്ത്. ഇപ്പൊ അറിയത്തില്ല, ഇപ്പൊ നമ്മളൊന്നും കാർഡ് മേടിക്കുന്നില്ലല്ലോ. സമയത്തൊക്കെ എന്ത് മറ്റേ ഇത്രയൊക്കെ ഉള്ള കാർഡൊക്കെ അറിയോ? മുട്ടൻ വലിയ കാർഡൊക്കെ മറന്നതാണോ? അമ്മ പിന്നെ ഇപ്പൊ കാണിച്ചു തരാം. ഒത്തില്ല 100 രൂപ പോയത് വെറുതെ. പീറ്ററിന്റെ ബുക്കിലെത്തായിരുന്നു മഞ്ജു അഞ്ചു. മെനഞ്ഞാന്ന് പോയി എയർപോർട്ട്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോഴാണ് അതുപോലെ എന്റെ കയ്യിലില്ല. മെനഞ്ഞാന്ന് ഒരു ഉണ്ടായിരുന്നു എന്റെ എയർപോർട്ട്സ്, ഇപ്പൊ കാണുന്നില്ല. ഇത് എവിടെ പോയോ? അപ്പോഴാണ് ഞാൻ പിന്നെ 5ാം ക്ലാസ്സിലെ കാർഡ് ഏതോ ഒരു ഇപ്പൊ വേറെ അല്ല, അപ്പൊ കൺഫ്യൂഷൻ ആവത്തില്ലേ ചെറുപ്പോ? ആദ്യ പ്രണയം നിങ്ങൾക്ക് എപ്പോഴായിരുന്നു? വൺ സൈഡോ എന്തെങ്കിലും പറയാൻ താല്പര്യം? തിരിഞ്ഞു നോക്കാൻ താല്പര്യമില്ല. അത്ര ചെറുപ്പമായിരുന്നു. ഞാൻ പറയാം, എന്റെ 5ാം ക്ലാസ് നല്ലത്. മറ്റേ തെങ്ങമ്മ കെട്ടിട്ടടിച്ചതൊക്കെ അത്രയും ബൈക്കിലോട്ട് പോണ്ട. എന്റെ ആദ്യ പ്രണയം പറയാം. എന്റെ ആദ്യ പ്രണയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മറ്റേ 5ാം ക്ലാസ് വരെ ഉണ്ടല്ലോ, സത്യം പറയട്ടെ 5ാം ക്ലാസ് വരെ എനിക്ക് മറ്റേ ഈ ഗേൾസ് ക്ലാസ്സിൽ പെൺപിള്ളേരുണ്ട് അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല. ക്ലാസ്സിൽ പോകണം, ഓർഡറിവിങ് കളിക്കണം, ക്ലാസ്സിൽ പോകണം, മറ്റേ ഇത് കളിക്കണം, ഇത് കളിക്കണം. മറ്റേ ഗെയിംസ്, മറ്റേ പെണ്ണെന്നൊരു സംഭവം നമ്മുടെ ലോകത്തുണ്ടോന്ന് പോലും എനിക്ക് അറിയത്തില്ല. അതുവരെ ഐ എം നോട്ട് ഈവൻ കൺസേൺ എന്നുള്ള പറയത്തില്ലേ. ക്ലാസ്സിൽ ഇപ്പോഴും എനിക്കറിയത്തില്ല 4ാം ക്ലാസ്സിൻ്റെ കൂടെ പഠിച്ച പെൺപിള്ളേരായിരുന്നു. അങ്ങനെ ഞാൻ മറ്റേ 5ാം ക്ലാസ്സിലെത്തി. 5ാം ക്ലാസ്സിലെത്തിയപ്പോൾ ട്രിനിറ്റി ലൈസത്തിലോട്ട് വന്ന് അങ്ങനെ ഞാൻ ക്ലാസ് റൂമിലേക്ക് കയറി. അപ്പം പ്രതീക്ഷയും അങ്ങനെ കുറെ കൂട്ടുകാരൊക്കെ കിട്ടി. അപ്പൊ എന്റെ ക്ലാസ് നിറച്ച് കിട്ടുന്ന ആൾക്കാരെ കിട്ടി. ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഫസ്റ്റ് ടേം റിസൾട്ട് വന്നു. ഫസ്റ്റ് ടേം റിസൾട്ട് നമ്മുടെ സ്കൂളിൽ വരത്തില്ലേ, 5ാം ക്ലാസ്സിൽ കയറി ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം
അതിൽ ഫസ്റ്റ് ടേം റിസൾട്ട് വന്നപ്പോൾ എല്ലാത്തിനും തോറ്റു. അപ്പൊ ഞാൻ എല്ലാത്തിനും അല്ല, അഭിമാനത്തോടെ 13 വിഷയത്തില് 13 or 11 വിഷയമുണ്ട്, അതിനകത്ത് 7 എണ്ണം അങ്ങോട്ട് തോറ്റ്, 7 or 8 എണ്ണം തോറ്റ്. 5ാം ക്ലാസ്സിൽ പക്ഷെ പഠിക്കുന്നില്ല, 10 സബ്ജക്റ്റേ ഉള്ളൂ. എനിക്ക് അറിയത്തില്ല വെച്ചു. ഞാൻ തോക്കുമായിരുന്നു. ആകെ ജയിക്കുന്നത് മറ്റേ മോറൽ സയൻസും കാറ്റീസും പിന്നെ അങ്ങനത്തെ കുറച്ച് സബ്ജക്റ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് മാത്രമായിരുന്നു ഞാൻ 3-4 വിഷയത്തിന് ജയിക്കുന്നത്. ഇത്ര എണ്ണത്തിന് തോക്കും 5ാം ക്ലാസ്സിൽ. ശ്രദ്ധയില്ലാഞ്ഞിട്ടോ മറ്റേ കളിമൂടാ. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് പറ്റത്തില്ല, പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ട്യൂഷൻ ക്ലാസ്സിലെ റൂളെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വിഷയത്തിന് തോക്കുന്നു അത്ര അടിയാ. അപ്പൊ ബാക്കി മറ്റേ ചേട്ടന്മാരൊക്കെ ഉണ്ട്, ജിയോയൊക്കെ ഇല്ലേ, ജിയോയൊക്കെ അവിടെ പഠിക്കുന്നത്, ജിയോയൊക്കെ പഠിച്ച് ട്യൂഷൻ ക്ലാസ്സിലാണ്, ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു. അപ്പൊ ജിയോയ്ക്കൊക്കെ ചിലപ്പോൾ 1-2 ഒക്കെ ആയിരിക്കും, ഒരടി കിട്ടി 2 അടി കിട്ടി, എനിക്ക് 7-8 എണ്ണം ദൈവമേ. അപ്പം അവിടെ ഞാനും സ്റ്റെഫിനും പറഞ്ഞൊരു കസിനുണ്ട്, ഫസ്റ്റ് കസിന് ശക്തിയുള്ള പപ്പയുടെ ഫാമിലിയിലുള്ള. അപ്പൊ അവനും ഞാൻ ഒരേ പ്രായം ഒരേ ക്ലാസ്സിലോ. അപ്പൊ ഞാനും ഇവനും എനിക്ക് ആകെ കൂട്ടി ഇവനാ, എനിക്ക് ഇവനും കൂട്ടാം. മറ്റേ ബാക്കിയുള്ളവരൊക്കെ 3-4 വിഷയത്തിന് നോക്കും, പിന്നെ 5-6 ഒന്നും ഇല്ല, പിന്നെ 7, 8, 9 ഞാനും ഇവനോ. അങ്ങനെ ട്യൂഷൻ ക്ലാസ്സിൽ അടി കൊള്ളാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ ട്യൂഷൻ സാറെ അടിച്ചിട്ട് ഞാൻ ഇങ്ങനെ 8 അടി മേടിച്ചിട്ട് സൈഡ് മാറി ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. എന്ത് പണ്ടാറ് ദൈവമേ, ഈ നാശം പിടിച്ച മുടിഞ്ഞു പോണേ. അടി കൊണ്ട് അവിടെ മാറി ഇരുന്ന് കരഞ്ഞോണ്ടിരുന്നപ്പം ഞങ്ങളുടെ ഈ ട്യൂഷൻ ക്ലാസ്സിൽ ഇവിടെ ഒരു ചേട്ടനുണ്ട്, അത്യാവശ്യം ഉള്ള. അന്ന് പ്ലസ് വൺ അങ്ങാണ്ട് പഠിക്കുക ആ ചേട്ടൻ, ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. എന്നിട്ട് പറഞ്ഞു, എടാ നീ ട്രിൻറ്റിലല്ലേ പഠിക്കുന്നത്? നമ്മൾ ആള് നീ ഏത് ഡിവിഷനാ? ഞാൻ പറഞ്ഞു D ഡിവിഷൻ. അപ്പൊ പറഞ്ഞു D ഡിവിഷനോ? എടാ എന്റെ അനിയത്തി നിന്റെ ക്ലാസ്സില് എന്തോ പേരെന്തോ? പുള്ളി പറഞ്ഞു ആൻറ്റൈറ്റിസ്. അപ്പൊ ഞാൻ പറഞ്ഞു ആൻറ്റൈറ്റിസ്, ഞങ്ങൾ മതി ആൻറ്റൈറ്റിസ് അങ്ങോട്ട് പോകണം. ഞാനിരുന്ന് അടിയുള്ള പേരേക്ക് ഞാനിരുന്ന് കരഞ്ഞോണ്ടിരിക്കുക. എന്നിട്ട് ആൻറ്റൈറ്റിസ് ആണോ നിന്റെ ക്ലാസ്സിലാണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഇല്ലില്ല എന്റെ ക്ലാസ്സിൽ ആൻറ്റൈറ്റിസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വിട്ടു. പിറ്റേ ദിവസം രാവിലെ പോയി അടികൊണ്ടാക്കാൻ മറന്നില്ല, രാവിലെ പുറക്കാൻ ഹാപ്പി ഡേ ഇന്റർവെൽ. അപ്പൊ കാത്തിരുന്ന് ഞാനും പ്രതീക്ഷയും കൂടി ഞങ്ങള് ലെങ്സും ജാക്സും ഞങ്ങൾ എല്ലാവരും ബെഞ്ചിന്റെ മുകളിൽ കയറിയിരുന്നു. ഓക്കെ ഓർഡർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോ ബെഞ്ചിന്റെ മുകളിൽ കളിച്ചോണ്ടിരുന്നപ്പോഴും ഒരു ആരോ തോണ്ടിയിട്ട് ഇങ്ങനെ നോക്കിപ്പോട്ടല്ലോ. അന്നാണ് എന്റെ ജീവിതത്തിൽ ഞാനൊരു പെണ്ണിനെ കാണുന്നത്. ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത്, ഞാനിങ്ങനെ ഇവിടെ നോക്കിയിരിക്കും കേട്ടോ. ഇത് അപ്പൊ ഞാനിങ്ങനെ ഇവിടെ നോക്കിയിട്ട് താനാണോടോ പറഞ്ഞു ഞാൻ ഈ ക്ലാസ്സിലല്ല പഠിക്കുന്നത്, എന്റെ ചേട്ടൻ ഇയാൾ പറഞ്ഞില്ല ഞാൻ ഇവിടെ പഠിക്കുന്നില്ലെന്ന്, ഇയാൾ എനിക്കറിയാലോ ഇയാൾ ഇപ്പുറത്തല്ലേ ഇരിക്കുന്നത്. ഓക്കെ ഞാൻ എന്നിട്ട് അമ്മേ എന്ത് സൗന്ദര്യമാണോ, എന്ത് രസമാണ് കൊച്ചിനെ കാണാൻ, മറ്റേ ബാർബി പോലെ ഇരിക്കുന്നു. നല്ല പേരും നല്ല പേര്, നല്ല പേര്, ക്രെഡിറ്റ്. സുന്ദരി വെച്ചു, സുന്ദരി അല്ലേ, നിനക്കറിയാലോ ഞങ്ങളുടെ ബാച്ച് നടന്നല്ലോ, കിട്ടില്ല കൊച്ചു. അപ്പൊ ഞാൻ ഞാൻ അപ്പൊ ഇരുന്ന് ഇന്റർവ്യൂ ആലോചിക്കുക, ഒരു ഫസ്റ്റ് ടേം എന്ന് പറയുമ്പോ ഏകദേശം 3 മാസമായിട്ട് ആകെ 11 പെമ്പിള്ളേരേ ഉള്ളൂ. ഇതിന് ഞാൻ കണ്ടില്ലല്ലോ, അത് ഇത്രയും സൗന്ദര്യമുള്ള ഞാനെന്ത് മണ്ടനായിരുന്നു. ഞാനിരുന്ന് ഓടോറേമി കളിച്ചോണ്ടിരിക്കും. വേണ്ട ഇന്ന് മുതൽ കളി വേണ്ട, അന്ന് നിർത്തിയ കളിയെ ഇപ്പൊ ഞാൻ ക്രിക്കറ്റോ ഫുട്ബോൾ തൊട്ടിട്ട് പോലും. അങ്ങനെ അപ്പൊ അന്ന് ഇങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്റ്റെഫിൻ എന്ന് പറഞ്ഞ എന്റെ കസിൻ, സ്റ്റെഫിന് പ്രതീക്ഷ ഞങ്ങളൊക്കെ ഗ്യാങ് ആട്ടോ. അങ്ങനെ സ്റ്റെഫിനുമായിട്ട് നിൽക്കുമ്പോൾ സ്റ്റെഫിന് അപ്പം ഞാൻ ഇങ്ങനെ സ്റ്റെഫിന് നമ്മുടെ ക്ലാസ്സിൽ ആൻറ്റൈറ്റിസ് ഇല്ല അപ്പം പ്രതീക്ഷ. അപ്പം അന്ന് ഭയങ്കര പാപമാണല്ലോ, ഇങ്ങനെ പേടിയാണ്, കൂട്ടുകാരുടെ അടുത്ത് പോലും പറയത്തില്ല പ്രണയമുള്ള കാര്യം. അപ്പം ഞാൻ പേടിച്ചിട്ടിരിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു എടാ പിന്നെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിൻ്റെ അടുത്ത് മാത്രം പറഞ്ഞു. ആദ്യം പ്രതീക്ഷിനോട് പറഞ്ഞു, പ്രതീക്ഷ എനിക്ക് ആൻറ്റൈറ്റിസിനെ ഇഷ്ടപ്പെട്ടു, എന്ത് രസമാണ്, എനിക്ക് ആൻറ്റൈറ്റിസിനെ കല്യാണം കഴിക്കണം, എനിക്ക് ആൻറ്റൈറ്റിസിനെ കല്യാണം കഴിക്കണം പ്രതീക്ഷിച്ച് വേണം. അപ്പൊ പ്രതീക്ഷ പറഞ്ഞു ഞാൻ സെറ്റാക്കി തരാം, അത് നീ പേടിക്കട്ടെ നമുക്ക് സെറ്റാക്കി, നിനക്ക് ഇഷ്ടമാണ് കല്യാണം കഴിക്കുകയാണല്ലോ. എന്നിട്ട് അപ്പം പ്രതീക്ഷ അറിയാലോ, ഞാനും പ്രതീക്ഷ അറിയാം. അങ്ങനെ ഞാനിങ്ങനെ വേറെ ആരോടും പറയാതെ എൻ്റെ ഉള്ളിലെ സ്നേഹം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പം സ്റ്റെഫിൻ ഒരു ദിവസം ഇൻട്രോയിൽ ആയപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എടാ പീറ്ററെ എനിക്ക് നിങ്ങളുടെ അടുത്ത് 2 പേർക്കും മാത്രമായിട്ടൊരു കാര്യം പറയാം. എന്താ? ഞാൻ പറഞ്ഞു നിങ്ങൾ ആരോടും പറയരുത്, എനിക്ക് ഈ ക്ലാസ്സിലൊരു പെൺകൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനപ്പോൾ 11 ഉള്ളൂ, എന്നാലും ബാക്കി 10 ഉണ്ടല്ലോ, 10 ആരെങ്കിലും ആയിരിക്കും ഓക്കെ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുക. അപ്പോൾ ചോദിച്ചു നീ പറ ടെൻഷൻ എടുപ്പിക്കുന്ന കാര്യം പറയും, ഇവനാണെങ്കിൽ ക്ലൂവിൻ്റെ ആളാണ്.
എന്തൊരവസ്ഥ. അത് പറയാ, ഈ ക്ലാസ്സിലെ ആദ്യത്തെ അക്ഷരം എ. ഞാനും പ്രതീക്ഷ ഇങ്ങനെ ഈശ്വര ഇവര് മീഡിയ ഫസ്റ്റ് കസിൻസ് ഇടിച്ച് ചാവൂല്ലോ എന്നുള്ള രീതി പ്രതീക്ഷ നിൽക്കുന്നു. ഞാനിങ്ങനെ ദൈവമേ. അപ്പൊ എന്തോ ഭാഗ്യത്തിന് ക്ലാസ്സിലൊന്ന് അനീറ്റ, ആൻറ്റൈറ്റസ്, അലീന, ആൻമറി, അങ്ങനെ കുറെ 6-5 എ വെച്ച് തുടങ്ങുന്ന പേരുണ്ട്. അപ്പഴും ഞാൻ വെച്ചോക്കെ ആരെങ്കിലും ആയിരിക്കും. അപ്പൊ അവരെടുത്ത് രണ്ടാമത്തെ ക്ലൂ പേരിന് 3 അക്ഷരേ ഉള്ളത്. ആ 3 അക്ഷരം എന്റെ നെഞ്ചത്താ കൊണ്ടത്. അവൻ എന്റെ നമ്പർ ഇത്രയും നാൾ ഓടറിവും കളിച്ച കൂട്ടുകാരൻ നമ്പണ്ട. അതും എന്റെ കൂട്ടത്തിൽ എന്റെ ഫസ്റ്റ് കസിനാണ്. ഞങ്ങൾ ഒരേപോലെ വളർന്നു വന്നു. ഇവനെ ഞാൻ എങ്ങനെ ചെയ്യും ഈശ്വര. അങ്ങനെ അവനറിയത്തില്ല എനിക്ക് അവളെ ഇഷ്ടമാണെന്ന്. പക്ഷെ എനിക്കറിയാം എനിക്ക് ഇഷ്ടം. ഇങ്ങനെ പോയിക്കോട്ടിരുന്നു. ഇവൻ വെച്ച് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, ഇത് സ്റ്റെഫിൻ ഭയങ്കര യേശുവിശ്വാസിയാണ്. ഭയങ്കര പള്ളിയിൽ പോകുന്ന, എല്ലാ ദിവസവും പള്ളിയിൽ പോകും, ആ ടൈപ്പാ. അപ്പൊ ഞാൻ പറഞ്ഞടാ പ്രണയിക്കുന്നതൊക്കെ തെറ്റാ. പൈസ തരാണ്ടോ? 5ാം ക്ലാസ് മച്ചു ആദ്യം കൊച്ചു മനസ്സിൽ ആദ്യത്തെ പ്രണയം വെച്ച് മമ്മി കേൾക്കുന്നുണ്ടാ? എന്നോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു ഭയങ്കര പാപം, നീ ഇങ്ങനെ ഒന്നും പണമെങ്കിൽ അതൊക്കെ ഭയങ്കര പാപം, നീ എന്തു പറയുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഞാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച എന്തോ കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടാ ഞാൻ നിർത്തി. ഇനി ആൻറ്റൈറ്റസ് ഒന്നുമില്ല, എനിക്ക് പേടിയാവുന്നു, ഞാൻ നിർത്തുവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പാണോ? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ഇനി അറിയില്ല, ഭയങ്കര വിശ്വാസിയാണെന്ന്. അപ്പൊ എന്റെ ചേച്ചി ഉണ്ട് കേട്ടോ, ജസ്ല എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ട്, ഞങ്ങളുടെ വേറെ കസിന്. ജസ്ലയും ചേച്ചിയും ഞങ്ങൾ 3 പേര് നിൽക്കുക. അപ്പൊ പ്രതീക്ഷ സ്റ്റെഫിന്റെ അടുത്ത് കൈ സത്യം ചെയ്യുമ്പോൾ മദർ ഗോഡ് പ്രോമിസ് ഇടണം, നിനക്ക് ആൻറ്റൈറ്റസിന് ഇഷ്ടമല്ല, അല്ല ഇന്നു മുതൽ നീ ആൻറ്റൈറ്റസിന്റെ സിസ്റ്ററിനെ പോലാണല്ലോ കാണുന്നത്. ആണോ? അവൻ അന്ന് എനിക്ക് സത്യം ചെയ്തു തന്നു. ഞാൻ പറഞ്ഞു സത്യം ചെയ്തു ആണോ, ഇന്ന് മുതൽ ഗോഡ് പ്രോമിസ്, എനിക്ക് ഇന്ന് ആൻറ്റൈറ്റസിനോട് എനിക്ക് ഒരൊന്നുമില്ല, നിങ്ങൾ ഇനി വെറുതെ കളിയാക്കരുത്, എനിക്ക് ആൻറ്റൈറ്റസിനോട് ഒന്നുമില്ല, എനിക്ക് ആൻറ്റൈറ്റസിന് ഇഷ്ടമാ. ചേച്ചി അപ്പുറത്ത് റിപ്പോർട്ട്, ചേച്ചി അപ്പുറത്ത് റിപ്പോർട്ട്. ഞങ്ങൾ ട്യൂഷൻ ക്ലാസ്സിൽ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ല അടി കിട്ടുന്ന ഒരുമിച്ചാന്ന്. അടി കിട്ടും ഞങ്ങളുടെ വീടിന്റെ അടുത്ത ട്യൂഷൻ ക്ലാസ്. അപ്പൊ എല്ലാ ദിവസവും ശനിയാഴ്ചകളിൽ ട്യൂഷൻ വെക്കുമ്പോൾ ഞങ്ങൾ നടന്ന വീട്ടിൽ പോന്ന്. അപ്പൊ ചേച്ചിയും ഞാനും സ്റ്റെഫിനും കൂടി ഒരുമിച്ചാ പോകുന്നത്. ആ വഴി വെച്ച ആ വഴി നിന്ന് സത്യം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം, എനിക്ക് ആൻറ്റൈറ്റസിന് ഇഷ്ടമാണ്. പക്ഷെ നല്ലവനാ കേട്ടോ, നല്ല പട കുഴപ്പമൊന്നുമില്ല. എനിക്ക് ശരിക്കും തമാശ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ പേടി, ഞാൻ പ്രേമിക്കത്തൊന്നുമില്ല, പേടിയൊന്നും പറഞ്ഞു. അതായിരുന്നു എന്റെ ആദ്യ പ്രണയം. ഞാൻ സേവ് ചെയ്യാൻ വിട്ട പാട്. ഇഷ്ടമായിരുന്നല്ലോ ഞാൻ 5ാം ക്ലാസ് വെച്ചു. 5ാം ക്ലാസ് സാരമില്ല, നമുക്ക് ഇന്ന് ഇവിടെ കട്ട് ചെയ്യാം. എനിക്ക് വിഷമമായി. കട്ട്